ദുആ ചെയ്യുമ്പോൾ വുളു ഉണ്ടായിരിക്കൽ നല്ലതാണ്. ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കുക. ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. ഒരു സ്വതക്ക കൊടുക്കുക, അല്ലെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ നോമ്പ് പിടിച്ചിട്ട് നമ്മൾ ദ്വാരക്കുക, സ്വതക്ക കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വാക്ക് പറയുക, കുറച്ച് ദിക്ർ പറയുക, സ്വലാത്ത് പറയുക, തസ്ബീഹ് പറയുക. എന്നിട്ട് നമ്മൾ ദ്വാരെന്നാൽ ആ ദുആ വേഗത്തിൽ സ്വീകരിക്കും. അപ്പൊ ഇനി ദുആയിലേക്ക് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ കൈവച്ചിട്ട് നമ്മൾ ദ്വാരക്കുകയാണ്. ആദ്യം തന്നെ പടച്ചോനെ എന്ന് പറഞ്ഞല്ല തുടങ്ങേണ്ടത്. ആദ്യം തന്നെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അപ്പോൾ ആദ്യം ഹംദ് പറയണം. ഇങ്ങനെ വെച്ചിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു സ്വലാത്ത് പറയുക. മൂന്നാമതായി നമ്മൾ പറയേണ്ടതാണ് നമ്മളിപ്പോൾ പറയുന്നത്, അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ഇനി മുതൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും ദുആ ചെയ്യുമ്പോൾ മൂന്നാമത് പറയേണ്ട വാക്ക് ഇതായിരിക്കണം. എൻ്റെ പൊന്നുസ്താദ്, ഇത് എത്രയോ വലുതാണ്, ഇതെങ്ങനെ ഞങ്ങളെ കാണാതെ പഠിക്കേണ്ട ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കാം. എന്നിട്ട് അത് നിങ്ങൾ ദുആ രക്കുമ്പോൾ അത് നോക്കി പറഞ്ഞാലും മതി. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നിന്നോട് അടുത്ത സ്ഥാനം ആർക്ക് കൊടുക്കണം? ഞങ്ങളുടെ നേതാവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിന്നോടുള്ള അടുത്ത ഒരു സ്ഥാനം, ഒരു പദവി നീ കൊടുക്കണേ അല്ലാഹ്. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം ഹംദ് പറയണം, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അത് കഴിഞ്ഞ് മൂന്നാമതായി പറയേണ്ടത് അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. മറന്നു പോവരുതേ, ഒന്നുകൂടി പറഞ്ഞേ, അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ഈ ഒരു വാചകം പറയുക. എന്നിട്ട് പിന്നെ നമ്മൾ റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ആ ദുആ പറയാം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ആ ദുആ പറയാം. പിന്നെ നമുക്ക് അറബിയിലും മലയാളത്തിലൊക്കെ ആയിട്ട് ദുആരക്കാം. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം 3 കാര്യം ശ്രദ്ധിക്കണം. അത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് എല്ലാം ദുആയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതും പറഞ്ഞിട്ട് നമ്മൾ 3 സ്വലാത്തും കൂടി ചൊല്ലുക. എങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ